ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പായസത്തിൻ്റെ കൂടെ കഴിക്കുന്ന ബോളിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് കുതിരാനായിട്ട് വെക്കാം. നമ്മൾ കടലപ്പരിപ്പ് എടുത്ത് അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ മൈദാമാവ്, അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ലൂസായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ആദ്യം ഒഴിച്ച് കുഴയ്ക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് പരുവത്തിന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇത് അടച്ച് വെക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു അല്പം എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ കടലപ്പരിപ്പെടുത്ത അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ പഞ്ചസാരയും ഒരു 5 ഏലക്കായും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ച് വെക്കണം മധുരത്തിന് വേണ്ടിയിട്ട്. കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണം, കുഴഞ്ഞു പോകരുത്. ഇതേപോലെ ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് പഞ്ചസാര അലിഞ്ഞ് ഇത് നന്നായിട്ട് കുഴഞ്ഞു വരും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മുടെ കടലമാവ് നന്നായിട്ട് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ച് ഉരുട്ടി വെക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾ പോലെ ആക്കി ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദാമാവൊക്കെ നല്ല മയത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി കൈ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിലൊരല്പം എണ്ണ തൂക്കണം. അതിനുശേഷം കൈ വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കൈപ്പത്തിക്കകത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പരത്തി ഇതേപോലെ ആക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവിൻ്റെ ബോളുണ്ടല്ലോ, അതെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് ഇതേപോലെ 4 വശവും ഇങ്ങനെ ആക്കിയതിന് ശേഷം അധികമുള്ള മാവ് നമ്മളിങ്ങനെ പിച്ചിയെടുത്ത് മാറ്റി വെക്കണം. ഒരുപാട് കട്ടിയായി പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികമുള്ള മാവിങ്ങ് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കൈ വെച്ച് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കണം. അരിപ്പൊടിയിൽ വേണം നമ്മളിത് മുക്കി ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ. മൈദാമാവ് എടുക്കരുത്, നമ്മൾ ഇതിൻ്റെ പരത്തുമ്പോൾ പൊടി തൂവാൻ വേണ്ടിയിട്ട് അരിപ്പൊടി മാത്രമേ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പൊട്ടിയൊന്നും പോകത്തില്ല. നല്ല രീതിയിൽ നമുക്ക് നല്ല ഷേപ്പോടെ പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ചൂടായിരിക്കുന്ന പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ ഇത് ചുട്ടെടുക്കാം. 2 വശവും നന്നായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടൊരല്പം നെയ്യ് തൂത്ത് നമുക്ക് ചുട്ടെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ കല്യാണങ്ങൾക്കും ബോളിയും പായസവും ഉണ്ടല്ലോ, വെർമസലിയും ബോളിയും പാലടയും ബോളിയും പിന്നെ പാൽപ്പായസവും ബോളി, ഇതൊക്കെ എല്ലാ കല്യാണങ്ങൾക്കും ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക വിഭവമാണ് ഈ പായസവും ബോളിയും. ഇപ്പോൾ എല്ലാ കല്യാണങ്ങൾക്കും മിക്കയിടത്തുമൊക്കെ ബോളിയുണ്ട്. നല്ല ടേസ്റ്റാണ് അപ്പോൾ പായസവും ബോളിയും കൂടെ കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം. ഇതേപോലെ പരത്തി വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കടലമാവ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ മൈദാമാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഒരു ബൗൾ കടലമാവും ഒരു ബൗൾ മൈദാമാവും ഒക്കെ അല്ലേ എടുത്തുള്ളൂ. ഇപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അളവ് അതുപോലെ കൂട്ടണം. പിന്നെ നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാര അല്പം കൂട്ടിയെടുക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. താങ്ക്